ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സമസ്തയിൽ ഉസ്താദിനെ അടിയുറച്ച് വിശ്വസിക്കാനും അതിനുവേണ്ടി ഖിദ്മ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു? അതെന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കണ്ട, അതല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഓർമ്മയുള്ള വലിയ മഹാന്മാരെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു, ഷെയ്ഖുന കണ്യത്ത് അഹ്മദ് മുസ്ലിം ഖദ്ദസല്ലാഹു, വളരെ ചെറുപ്പത്തിൽ അവരെ കാണാനും അവരെ ആകർഷിക്കാനിടയായി. പിന്നീടാണ് സമസ്തയെക്കുറിച്ച് അറിയുന്നത്. പിന്നെ അതിൻ്റെ പിന്നാമ്പുറം ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാലോ, ഇന്നമൽ ആമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകളെ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നു. ഈ രീതി അതിനുശേഷം പറഞ്ഞ വാചകം ഏറ്റവും പ്രസക്തമാണ്. ഇന്നമാലിക്കുല്ലിംരിൻ മാനവ, ഓരോരുത്തരും അവരുടെ മാനസികമായിട്ടുള്ള കരുത്ത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നിർവഹിക്കുന്ന ആൾക്കുണ്ടാകുന്ന തുടക്കത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു നിയത്ത്, അതായിരിക്കും അനന്തരഫലം. ഇപ്പൊ ഹിജ്റ പോകുന്നയാളുടെ നിയത്തിന് അനന്തരഫലമാണ് റസൂൽ അവിടെ വിശദീകരിക്കുന്നത്. അത് നമ്മുടെ പിന്നീട് മുഖ്റവ് എല്ലാ കാര്യത്തിന്റെയും സംഗതി അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊരു കരുത്തുണ്ടാവും. അതാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുക. യഥാർത്ഥ സമസ്ത രൂപീകരിക്കുമുണ്ടായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരിക്കുന്ന ആ മാനസികമായിട്ടുള്ള തീരുമാനം എന്തായിരിക്കും അവർ ആഗ്രഹിച്ചത്? അവരുടെ ഈ ലക്ഷ്യം ഈ സമുദായത്തെ നേർവഴിയിലേക്കും സ്വർഗീയ വഴിയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്.